കോൺഗ്രസിന് സമീപകാലത്തൊന്നും വേരോട്ടം കിട്ടാതിരുന്ന മണ്ണാണ് അഹമ്മദാബാദിലേത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും തട്ടകം. 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം BJP-യിലേക്ക് ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ച സംസ്ഥാനം. കോൺഗ്രസിന് കിട്ടിയിരുന്ന വോട്ടുകൾ കൂടി BJP-യുടെ പെട്ടിയിൽ എത്തിയതോടെ ന്യൂനപക്ഷങ്ങൾ നിസ്സഹായരായ നാട്. അവിടെ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ BJP-ക്കെതിരെ നിശ്ചിതമായ വിമർശനങ്ങൾ പ്രമേയങ്ങളിലൂടെ ഉയർത്തി. അവിടെ പാസാക്കിയ ഒരു പ്രധാന പ്രമേയം പലതുകൊണ്ടും ശ്രദ്ധ നേടി. BJP-യുടെ ദേശീയത ഭിന്നിപ്പിന്റേതാണ്. അത് രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നില്ല. ഹിന്ദു ഒഴികെയുള്ളവരെ ആ ദേശീയതയുടെ പുറത്തു നിർത്തി വിചാരണ ചെയ്യുകയാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മറ്റു ന്യൂനപക്ഷങ്ങളും അതിന്റെ സമ്മർദ്ദം നേരിടുന്നു. ഇതായിരുന്നു ആ പ്രമേയത്തിന്റെ കാതൽ. ഇത്രയും ഒരു AICC സമ്മേളനം വിളിക്കാതെ തന്നെ പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിന്റെ പ്രതിവിധി എന്താണെന്ന് പറയാൻ കഴിയുന്ന നിലയിലേക്ക് കോൺഗ്രസ് ഇനിയും വളർന്നിട്ടില്ല. പ്രതിവിധിയായി പുതിയ ആശയങ്ങൾ ഉണ്ടാകേണ്ടത് യുവാക്കളിൽ നിന്നും വനിതകളിൽ നിന്നുമാണ്. സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു പ്രസംഗിച്ചവരിലെ പ്രായം കുറഞ്ഞയാളായ സച്ചിൻ പൈലറ്റ് പോലും 47 പിന്നിട്ടു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും 50 കടക്കും. രാഹുൽ ഗാന്ധിക്ക് 55 കഴിഞ്ഞു. പ്രിയങ്ക 53-ലാണ് നടപ്പ്. ഓരോ പാർട്ടിക്കും യുവത്വം വരുന്നത് നേതൃനിരയിൽ ചെറുപ്പക്കാർ ഉള്ളപ്പോഴാണ്.